ഗൈസ്, അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത്, ഞാൻ ബിസിനസ് എക്സാം കഴിഞ്ഞിട്ട് എന്നോടൊരു സബ്സ്ക്രൈബർ ചോദിച്ചതിൻ്റെ പുറത്ത് ഞാൻ അതുവരെയുള്ള ഒരു എക്സാമിൻ്റെ റിവ്യൂ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾ ഓവർ ഫുള്ള് കൊമേഴ്സ് എക്സാമിൻ്റെ ഒരു റിവ്യൂ ഇടുമെന്നുള്ളത്. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഓൾ ഓവറായിട്ട്, അതായത് നമ്മുടെ 6 സബ്ജക്റ്റും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു റിവ്യൂ പറയാനായിട്ടാണ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ടോ അപ്പോൾ അത്രത്തോളം നിങ്ങളിത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളിത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഇതാക്കി എടുക്കാൻ പറ്റും. കാര്യം ഗവൺമെൻറ് ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും നമ്മുടെ വാല്യുവേഷനെങ്കിലും ഒന്ന് ലിബറൽ ആക്കി അല്ലെങ്കിൽ മോഡറേഷൻ മാർക്ക് തരുകയോ ചെയ്യട്ടെ. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം പാടായിരുന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. എന്നാൽ മാത്രമേ ഇത് കണ്ടിട്ടെങ്കിലും മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ പേപ്പർ വാല്യൂ ചെയ്യുന്നവർക്ക് തോന്നും. അപ്പം എല്ലാവരും വീഡിയോ കാണാം. അപ്പം നമുക്ക് ഫസ്റ്റ് ഇംഗ്ലീഷിൻ്റെ പേപ്പറായിരുന്നു വന്നത്. ഇതിനകത്ത് അങ്ങനെ പറയത്തക്ക വലുതായിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഗ്രാമറൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു. അത്യാവശ്യം പഠിച്ചാൽ നല്ലൊരു മാർക്ക് മേടിക്കാൻ പറ്റും. നല്ല മാർക്കല്ല, A+ മേടിക്കാൻ പറ്റുന്ന ഒരു പേപ്പറായിരുന്നു. ആവറേജ് ആയിട്ട് പഠിക്കുന്നവർക്ക് പോലും ഡബിൾ പാസ് മേടിക്കാൻ പറ്റുന്ന ഒരു പേപ്പറായിരുന്നു ഇംഗ്ലീഷിനെ പറ്റി വലുതായിട്ട് അങ്ങനെയൊന്നും പറയാനായിട്ടില്ല. പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇതായിരുന്നു നമ്മുടെ തുടക്കം. എല്ലാത്തിൻ്റെയും തുടക്കം ഇവനായിരുന്നു. ഇവൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വൺ വേർഡൊക്കെ സൂപ്പറായിരുന്നു. വൺ വേർഡും സൂപ്പറായിരുന്നു, 2 മാർക്കും സൂപ്പറായിരുന്നു. എനിക്ക് ഇച്ചിരി ഭേദം തോന്നിയത് ഒന്നുമില്ല ഗൈസ്. 3 മാർക്കും കുഴപ്പമില്ലായിരുന്നു. 5 മാർക്കിൻ്റെ ഒന്നും ഇന്നേ വരെ ചോദിക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് 5 മാർക്കിൻ്റെ പോലും ചോദിച്ചേക്കുന്നത്. അപ്പം ഇവന് എനിക്ക് വലിയ ഓൾ ഓവർ പറയാനായിട്ടില്ല. ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു പേപ്പറിൽ ഒരു കൊച്ച് A+ മേടിക്കണമെന്നുണ്ടെങ്കിൽ ആ കൊച്ച് പഠിച്ചത് ഫുൾ മാർക്കിന് വേണ്ടിയിട്ടാണ്. കാര്യം അത്രത്തോളം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ പോലും നല്ല ടഫായിട്ടാണ് ഇട്ടത് കൊമേഴ്സിൻ്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് സ്റ്റഡീസ്. കേട്ടോ, ഇവൻ്റെ കാര്യം ഒന്നും പറയണ്ട. ഇവനെ എന്ന് പറയുമ്പോഴേ ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, 8 മാർക്കിൻ്റെ എസ്സേ ചോദിച്ചോ. ഇതുവരെ ചോദിച്ചിട്ടില്ല ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. 8 മാർക്കിന് എസ്സേ ചോദിച്ചിട്ടില്ല. അത് പിന്നെ വന്നിട്ട് നമുക്ക് 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഡിസെൻട്രലൈസേഷൻ ഈസ് ആൻ ഒപ്റ്റിമൽ പോളിസി എന്ന് പറഞ്ഞിട്ട് സാധനം. എന്നിട്ട് ഒന്ന് ചോദിച്ചിരിക്കുന്നു, എക്സ്പ്ലെയിൻ വൈ ആൻ ഓർഗനൈസേഷൻ വുഡ് ചൂസ് ടു ബി ഡിസെൻട്രലൈസ്ഡ്. ഇത്തരം എന്താണെന്ന് അറിയോ, ഡിസെൻട്രലൈസേഷൻ എന്താണെന്ന് എഴുതിയാൽ മതിയായിരുന്നു. അതങ്ങ് പറഞ്ഞാൽ പോരെ, അതല്ല ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മാനേജ്മെന്റ് ഈസ് എ സീരീസ് ഓഫ് കണ്ടിന്യൂസ് ഇന്റർ റിലേറ്റഡ് ഫംഗ്ഷൻസ്. കമന്റ് നമ്മളിത് കാണുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, മാനേജ്മെന്റ് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ എഴുതാണ്. ഞാൻ അതുപോലെയൊക്കെ എഴുതിയും വെച്ച്, പക്ഷേ എഴുതി കഴിഞ്ഞപ്പോൾ എന്താ മനസ്സിലായ, ഫംഗ്ഷൻ എഴുതിയാൽ മതിയായിരുന്നു. കൺട്രോളിങ്, ഓർഗനൈസിങ് ഒക്കെ എന്താ അറിയാത്ത സാധനമാണോ? ഒരു ബിസിനസ് പഠിക്കുന്ന, അതായത് ഒരു ഫുൾ മാർക്കിന് പഠിക്കുന്ന കൊച്ചു അല്ലെങ്കിൽ A+ പഠിക്കുന്ന കൊച്ചിനെ എന്തായാലും കൊച്ചു ഒഴിവാക്കാതെ വിടുന്ന ഒരു സാധനം. ആ സാധനം പോലും ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന മിക്ക പിള്ളേർക്കും അത് തെറ്റി. എല്ലാവരും ഇത് എഴുതി വെച്ച് ഫംഗ്ഷൻസിന് വരെ. പിന്നെയെന്ന് പറയുമ്പോൾ അതിനകത്തുനിന്ന് 1 മാർക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ബിസിനസ്സിലുണ്ടല്ലോ ഈ 2 മാർക്കിൻ്റെ ആകെ എനിക്ക് കറക്റ്റായിട്ട് അറിയാവുന്നത് ഇത് 2 എണ്ണമായിരുന്നു. ഇതെല്ലാം ഗെസ്സിങ് ആണ് കേട്ടോ. ഇത് 3 എണ്ണം ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇത് 3 ഗെസ്സിങ് ആണ്. ഇതെന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഇതൊക്കെ ആരാണ് എന്ന് വേണം ചോദിക്കാൻ. 2 മാർക്കിൻ്റെ ഭയങ്കര ടഫായിരുന്നു, വെച്ചാൽ ഭയങ്കര ടഫായിരുന്നു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ. ഇത് തന്നെ കുഴപ്പിച്ചു, ഒരുപാട് കുഴപ്പിച്ചു ബിസിനസ്സിനകത്ത്. നല്ലോണം ചോദിക്കാവുന്നത് പോലും കുറേ കമൻറ്റും സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ തന്ന് പിള്ളേരെ ഇതാക്കി എസ്സേക്കകത്തൊക്കെ നല്ല രീതിയിൽ പണി തന്നൊരു പേപ്പറാണ് ബിസിനസ് സ്റ്റഡീസ്. പിന്നെ മലയാളത്തിൻ്റെ കേസിലെന്ന് പറയാം, മലയാളം നല്ല ക്വസ്റ്റൻ ആയിരുന്നു. പക്ഷേ 1 വേർഡ് കൊണ്ട് നല്ല രീതിയിൽ പിള്ളേരെ പണിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊക്കെ വാർത്ത കേട്ടാണ് ഒരുപാട് അക്ഷരത്തെറ്റുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ അക്ഷരത്തെറ്റൊന്നും അവിടെ വെച്ച് ശ്രദ്ധിച്ചിട്ടില്ല. ഞാനിവിടെ വീട്ടിൽ വന്ന് ഈ വാർത്ത കാണുമ്പോഴാണ് അക്ഷരത്തെറ്റിൻ്റെ കാര്യമൊക്കെ അറിയുന്നത്. പക്ഷേ 1 വേർഡ് നല്ല ടഫായിരുന്നു. മലയാളത്തിൻ്റെ നല്ലതെന്ന് പറഞ്ഞാൽ നല്ല ടഫായിരുന്നു. ഇപ്പോൾ ഈ അക്ഷരത്തെറ്റ് വന്നതെന്ന് പറയുമ്പോൾ ഏതാണ്ട് 2 ക്വസ്റ്റിനകത്ത് അക്ഷരത്തെറ്റ് വന്നിട്ടുണ്ട്. അതും സ്വാഭാവികമായിട്ട് കുട്ടികളൊന്നും പറയാൻ പറ്റില്ല. അവർ ചിന്തിക്കുമ്പോൾ ഈ താമസം താസമോ എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് വാക്കായിരിക്കും, ചിലപ്പോൾ അതായിരിക്കുമോ മാജിക്കൽ റിയലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് അത് എഴുതിപ്പോവും. അതിനകത്ത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ എന്തോ നീലകണ്ഠ ശൈലം, നീലകുണ്ഠ ശൈലം, അങ്ങനെ എന്തോ സംഭവം. അതിന് നീലകണ്ഠ ശൈലം എന്തോ മലയാളം അല്ലേടോ, സാഹിത്യമല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ 1 വേർഡിനകത്ത് മലയാളത്തിൽ പണി തന്നിട്ടുണ്ട്. പിന്നെ വരുന്ന എക്കണോമിക്സ്, ഇതെനിക്ക് ഒന്നും പറയാനില്ല, നല്ല ക്വസ്റ്റ്യനായിരുന്നു. 1 വേർഡ് കുറച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത്യാവശ്യം A+ സ്കോർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പോട്ടെ 95 എബോവ് മേടിക്കാൻ പറ്റുന്ന ഒരു പേപ്പറായിരുന്നു. 1 വേർഡിനകത്തൊക്കെ പണി കിട്ടിയാലും 95 എബോവ് മേടിക്കാൻ പറ്റുന്ന ഒരു പേപ്പറായിരുന്നു. ഇതാണ് കൊമേഴ്സിന്റെ രാജാവ്. ഇത് കാത്തിരുന്നാണ്. എക്കണോമിക്സിന്റെ പരീക്ഷയ്ക്ക് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പ്രതീക്ഷിച്ചൊരു കാര്യമാണ് അക്കൗണ്ടൻസിന് എന്താവും എന്നുള്ളത്. എന്താവും എന്നാവാനൊന്നും ഇല്ല. അത് നല്ല രീതിയിൽ പണിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. എന്ന് വെച്ചാൽ ഇതൊക്കെ എനിക്ക് കാണുമ്പോൾ മനസ്സിലാക്കി എന്തിനാണ് ഞങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം കമ്പ്യൂട്ടറും ബിസിനസ്സും അക്കൗണ്ടൻസി, സയൻസുകാർക്ക് കെമിസ്ട്രിയും ഫിസിക്സും ആണ്. ഇവിടെ ഞങ്ങൾക്ക് 3 വിഷയമാണ് പോയിരിക്കുന്നത്. ഞങ്ങൾ നല്ല പ്രതീക്ഷ 3 വിഷയം. ഇത് ചെയ്ത് പഠിക്കുന്ന പോലെ ഒരു പേപ്പർ നമ്മൾ ചെയ്യത്തില്ല. ഇതിൽ എല്ലാവരും പറയും ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ആ ഫസ്റ്റ് ഇംപ്രഷനാണിത്. ഇതിനകത്ത് തന്നെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ കോൺഫിഡൻറ്റ് പോയിട്ടുണ്ട്. എഴുതിയിട്ടുണ്ട്. എന്താ നമ്മൾ എഴുതിയെന്ന് നമുക്ക് അറിയത്തില്ല. ഞാനെല്ലാം എൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാനൊന്നും കളഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ ഈ എൻട്രി ഒക്കെ വന്ന സമയത്ത് ഈ എൻട്രി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ തെറ്റുക, അത് നമുക്ക് മാർക്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ അവിടെ എന്തോ എഴുതിയെന്ന് പറയുന്നത് നമ്മുടെ മാർക്ക് ലിസ്റ്റ് വരുമ്പോൾ അറിയാം ഇനി എന്തോ സംഭവം എന്നൊക്കെ ഉള്ളത്. അപ്പം 1 വേർഡ് പ്രശ്നമായിരുന്നു. 2 മാർക്കിനകത്ത് 7ാമത്തെ ക്വസ്റ്റ്യൻ നല്ല പ്രശ്നമായിരുന്നു.
ബാക്കിയൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു 2 മാർക്കിനകത്ത്. പിന്നെ 3 മാർക്സിൻ്റെനകത്ത് 13, 14 ക്വസ്റ്റ്യൻ നല്ല ടഫായിരുന്നു. പിന്നെ അതുപോലെ ലോൺ അക്കൗണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ലോൺ അക്കൗണ്ട് എളുപ്പമായിരുന്നു. പക്ഷേ ലോൺ അക്കൗണ്ട് പോലും പിള്ളേർക്ക് ഡൗട്ട് വന്ന് അവർ ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് ലോൺ അക്കൗണ്ട് പോലും ചോദിച്ചിരിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. 6 മാർക്കിൻ്റെ സ്വാഭാവികമായിട്ടും ചോദിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അഡ്മിഷൻ്റെ ക്വസ്റ്റ്യനും പിന്നെ ഒരു ഡിസൊല്യൂഷൻ്റെ ക്വസ്റ്റ്യനും പിന്നെ വരുന്നത് വേറെ എന്തെങ്കിലും ഒരു ഓർ ക്വസ്റ്റ്യനും കാണാറുണ്ട്. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്മിഷൻ്റെ ക്വസ്റ്റ്യൻ, ഒരു പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, പിന്നെ എൻട്രിയുടെ അയ്യരുകളിയായിരുന്നു ക്വസ്റ്റ്യനകത്ത്. അതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഈ അക്കൗണ്ടൻസി ഇത്ര ടഫാണ്. ഇട്ടവരോട് എനിക്ക് പറയാനുള്ളത്, എന്തെങ്കിലും മുൻവൈരായി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ എല്ലാവരും കിടന്ന് പറയുമ്പോഴും അത്യാവശ്യം നല്ല പാടാണ് അക്കൗണ്ടൻസി എന്ന് നല്ലപോലെ അറിയാം. എന്നിട്ട് എന്തിനായിരുന്നു ഇത്രയും കുഴപ്പിച്ച് ക്വസ്റ്റ്യൻ ഉണ്ട കാര്യം ഉണ്ടായിരുന്നു. അത്രയ്ക്കും നല്ല ടഫായിരുന്നു അക്കൗണ്ടൻസി. പിന്നെ ഇതാണ്ട് ഞാൻ 2-3 കമൻറ്റ് ഇവിടെ കൊടുക്കാം. ഞാനൊരു റീൽ ഇട്ടപ്പം എൻ്റെ യൂട്യൂബിൽ ഷോർട്സായിട്ട് ഇട്ടപ്പോൾ വന്ന 2 കമൻറ്റാണ് ഇത് രണ്ടും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അക്കൗണ്ടൻസി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടൻസി തന്നെയാണോ എഴുതിയതെന്ന് എനിക്കൊന്നറിയണം. ടീച്ചർമാർ വരെ പറയുന്നത് ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കാം. അത്ര നല്ല ടഫായിരുന്നു ഒരു പേപ്പർ. ഇനി എന്നോട് എന്തെങ്കിലും മുൻവൈരാഗ്യം ഉള്ളതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ നിങ്ങൾ +2 പഠിക്കുന്നത് തന്നെയാണോ എന്നൊക്കെ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അക്കൗണ്ടൻസി എല്ലാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു. ഇപ്പം നാളെ നിങ്ങൾ പറയുന്ന കണക്ക് ചിലപ്പോൾ എനിക്ക് A+ കിട്ടിയെന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നാളെ പറയും ഇത്രയും ടഫാന്ന് പറഞ്ഞ വെച്ചാണോ ഇപ്പോൾ ഇങ്ങനെ വന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പഠിച്ചത് ഫുൾ മാർക്കിനാണ്. അപ്പോൾ എനിക്ക് അതിനകത്ത് A+ ആയിപ്പോയി അല്ലെങ്കിൽ എനിക്ക് A+ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതൊരിക്കലും എൻ്റെ ഫോൾട്ടല്ല. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻ ടഫായിട്ട് തന്നെയാണ്. അക്കൗണ്ടൻസിക്ക് അല്ലെങ്കിൽ ബിസിനസ്സിന് അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് 1 മാർക്കേ പോയിട്ടുള്ളൂ. അപ്പോൾ ഈ വിട്ട് എനിക്ക് മാർക്ക് കുറയുമ്പോൾ ഒന്ന് ആലോചിക്കണം അത് എത്രത്തോളം ടഫായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെയാണ് അക്കൗണ്ടൻസിയുടെ കേസും നല്ല ടഫായിരുന്നു. അത് എൻ്റെ അഭിപ്രായം മാത്രമല്ല ഞാനിവിടെ പറയുന്നത്. ഒന്ന് പാസ്സാവണമെന്ന് ആഗ്രഹിച്ച കുട്ടിക്ക് പോലും പാസ്സാവാൻ പറ്റില്ല. കാരണം ഒരു 1 വേർഡ് പോലും അതിനകത്ത് എളുപ്പം ഒരു നല്ലോണം അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ കാണില്ല. അത്രയ്ക്ക് ടഫായിരുന്നു. അപ്പോൾ എനിക്ക് ഇവരോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം കമ്പാരിറ്റീവിലുള്ള അഭിപ്രായം അറിഞ്ഞിട്ട് എന്തിനു വേണ്ടിയാലും ഈ കമൻറ്റ് വന്നിടണം. പിന്നെ അതുപോലെ തന്നെ ഒരു ടീച്ചർ ആൻസർ കിട്ടപ്പോൾ, ടീച്ചറാണെന്ന് തോന്നുന്നു, ആൻസർ കിട്ടപ്പോൾ ആ ടീച്ചർ എന്നെ ചോദിച്ചൊരു കാര്യമാണ്, നിങ്ങൾ കേട്ടോളൂ. അക്കൗണ്ടൻസിയുടെ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും, സമയം കിട്ടുമെന്നാണ്. കണ്ടില്ലേ? അപ്പോൾ ആ ടീച്ചർ തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റി, നിങ്ങൾക്ക് അതിനുള്ള സമയം കിട്ടിയോ? അക്കൗണ്ടൻസിയുടെ കേസിലേക്ക് വരുമ്പോൾ ഒരു കുടി പോലും സമയം കിട്ടത്തില്ല. ഇപ്പം ആ ഫുൾ ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തെന്ന് പറയുമ്പോൾ തീരെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ പറ്റാത്തൊരു എക്സാം കൂടിയായിരുന്നു അക്കൗണ്ടൻസി. നല്ല ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആൻസർക്ക് വരുന്ന ആലോചിച്ച് നമ്മൾ എഴുതിയത് ശരിയാണോ എന്ന് നല്ല പേടിയുണ്ടായിരുന്നു. കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അതുപോലെ ഒരുപാട് അക്കൗണ്ടൻസിയെ കുറിച്ച് ഓൺലൈൻ ക്ലാസ്സിലെ ടീച്ചേഴ്സും അതുപോലെ സൈലം പിന്നെ അതുപോലെ തന്നെ വേറെ കുറേ ആൾക്കാരും ബിസിനസ്സും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനൊക്കെ പറ്റി ഒരുപാട് അതായത് ഒരു കമൻറ്റ് എടുത്ത് ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് എടുത്ത് കൊമേഴ്സ് കുട്ടികളുടെ കമൻറ്റ് എടുത്ത് നോക്കിയാൽ അറിയാം എത്രത്തോളം ടഫായിരുന്നു. ഇതിനകത്ത് അവർ പറയുന്ന 3 സബ്ജക്റ്റാണ്: കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബിസിനസ്, അക്കൗണ്ടൻസി. അതുപോലെ തന്നെ മലയാളത്തിൻ്റെ 1 വേർഡും. എക്കണോമിക്സിൻ്റെ കേസിൽ ഒരാൾ പോലും പറഞ്ഞിട്ടില്ല പാടായിരുന്നുള്ളത്. അത്രയ്ക്കും എളുപ്പമുള്ള ക്വസ്റ്റ്യനും ആയിരുന്നു. അപ്പം അതെല്ലാം ഒന്ന് എടുത്ത് നോക്കിയിട്ട് വേണം കമൻറ്റിനകത്ത് കിടന്ന് ആവശ്യമില്ലാത്ത പറയാൻ. ഞങ്ങൾ എങ്ങനെയെങ്കിലും അതൊന്ന് ലിബറൽ വാല്യുവേഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ വീഡിയോ ചെയ്യുന്നത്, കമൻറ്റ് ചെയ്യുന്നത്. ഇവിടെ എല്ലാവർക്കും വേണ്ടി വോയിസ്, ഇപ്പോൾ കൊമേഴ്സുകാർക്ക് വേണ്ടി ഒരാൾ വോയിസ് ഉയർത്തി കഴിഞ്ഞാൽ അതൊക്കെയാണോ കുഴപ്പം? ഇപ്പം ഞങ്ങൾക്ക് ആർക്കും ഒന്നും വേണ്ട ഇവിടെ. ഞങ്ങൾക്ക് ലിബറൽ വാല്യുവേഷൻ വേണ്ടേ? സയൻസിനെ വെച്ച് കെമിസ്ട്രിയും ഫിസിക്സ് വരുന്നത് ഞങ്ങൾക്ക് ഇവിടെ 3 വിഷയമാണ് ടഫായിരിക്കുന്നത്. ഒന്ന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബിസിനസ്, അതുപോലെ അക്കൗണ്ടൻസി. അപ്പം ഞങ്ങൾക്കൊന്നും പറയണ്ടേ? ഞങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും പറയണ്ടേ? 24 ന്യൂസ് ഒന്നും ചെയ്യുന്ന കണ്ടില്ലല്ലോ, നല്ല പാടായിരുന്നല്ലോ. 1 വേർഡ് പോലും ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ അക്കൗണ്ടൻസി. അതെന്താ ആരും പറയാത്തേ? ഞാനിവിടെ പറയുന്നത് എനിക്ക് വേണ്ടിയല്ലേ. ചിലപ്പോൾ എനിക്ക് A+ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ മാർക്ക് കിട്ടുമായിരിക്കും. പക്ഷേ ഞാനിവിടെ സംസാരിക്കുന്നത് ഒരാൾ പോലും ഇല്ല സംസാരിക്കാനേ. അപ്പോൾ ആ ഒന്നും പഠിക്കാത്ത പിള്ളേരുടെ അവസ്ഥ ഞാൻ ഇന്നലെ കണ്ടതാണ്. എൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ തോക്കുമെന്ന് പറഞ്ഞ് കരയുന്നത് ഞാൻ നേരിട്ട് കണ്ട ഒരാളാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ? എന്തെങ്കിലും ചുമ്മാ ഒരു റീൽ ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ ഈ പിള്ളേർ വന്ന് കമൻറ്റ് ഇട്ടെന്ന് പറഞ്ഞാൽ ഒന്നും ആവത്തില്ല. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്താൽ മാത്രമല്ല എന്തെങ്കിലും. അതൊക്കെ സയൻസിൽ പിള്ളേർ ഇങ്ങനെ ചെയ്തതുകൊണ്ടൊക്കെ തന്നെ അവർക്കും ഇതായത്, അവർക്ക് സംസാരിക്കാനും ഒക്കെ പിള്ളേരുണ്ടായിരുന്നു. ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെ ഇല്ല. അപ്പോൾ എല്ലാം ഒന്ന് മനസ്സിലാക്കണം. പിന്നെ ഇതൊക്കെയാണ് ഈ കൊടുക്കുന്ന കംപ്ലൈൻ്റൊക്കെയാണ് ഓരോ അക്കൗണ്ടൻസിയുടെ ആയാലും ബിസിനസ്സിൻ്റെ ആയാലും കമ്പ്യൂട്ടറിൻ്റെ ആയാലും ഓരോ ടീച്ചേഴ്സ് ഇട്ട യൂട്യൂബിലെ വീഡിയോസിൻ്റെ ഇതൊക്കെയാണ് ഈ കാണുന്നതെല്ലാം. അപ്പം കൈൻഡ്ലി ഈ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നതിൻ്റെ റിക്വസ്റ്റ് ആണ്, എങ്ങനെയെങ്കിലും ഒന്ന് ലിബറൽ വാല്യുവേഷൻ ആക്കാൻ നോക്കിക്കോട്ടെ. എനിക്ക് നല്ല ഉറപ്പുണ്ട് നിങ്ങൾ ആരും +2 അക്കൗണ്ടൻസി എക്സാം എഴുതിയോരല്ല ഈ വന്ന് കമൻറ്റ് ഇട്ടേക്കുന്നത്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്ക് കഴിഞ്ഞ വട്ടം ഇട്ട വീഡിയോയുടെ കമൻറ്റ് ഞാൻ വായിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് സഹായിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കരുത്. നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല ഈ വന്ന് ഒരാൾ ഇങ്ങനെ ഒരു കമൻറ്റ് ഇട്ടാൽ മതി. ബാക്കിയുള്ളവർ ചിന്തിക്കുന്നത് ഞങ്ങളൊക്കെ പഠിക്കാഞ്ഞിട്ടാണെന്നാണ്. ഞങ്ങൾക്ക് പഠിച്ചിട്ടും ഒന്നും ആവാത്തൊരവസ്ഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് +1 പരിഷ്കരിക്കാതെ +2 കൊണ്ടിട്ട് പരിഷ്കരിച്ചിട്ട് അവസാനം എല്ലാം ഞങ്ങൾക്ക് പരീക്ഷണ വസ്തുവോ എല്ലാം കൊണ്ടുവന്ന് ഞങ്ങളിനകത്തിട്ട് പരീക്ഷിക്കാനേ. അതുപോലെ തന്നെ എക്കണോമിക്സിന്റെ ഞങ്ങളുടെ സ്കൂളിൽ നടന്നൊരു കേസാണ്. ഇൻവിജിലേറ്റർ എന്ന് പറഞ്ഞൊരു ടീച്ചറല്ല സാറ് വേറൊരു ക്ലാസ് എഴുതിക്കൊണ്ട് നിന്നപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പോസിറ്റ് ഇരിക്കുന്ന കൊച്ചിൻ്റെ അടുത്ത് എന്തോ ചോദിച്ചു എന്ന് വെച്ചാൽ ഇതിന്റെ ഉത്തരം എന്താണെന്ന് എന്തോ ചോദിച്ചു. അപ്പോൾ
ഉത്തരം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ കൊച്ചു പറഞ്ഞ ആ കൊച്ചിന് അറിയത്തില്ലെന്നാ. അതിന് ആ സാർ എന്ത് ചെയ്തു, പേപ്പർ മേടിച്ച് 4 മണിക്ക് മേടിച്ച പേപ്പർ ആ കൊച്ച് കരയുമായിരുന്നു. കൊച്ച് പറയും ഞാൻ കഴിഞ്ഞ വട്ടം ഫുൾ A+ മേടിച്ച് കൊച്ചാ, എത്രയോ മാർക്ക് കണ്ടുണ്ടായിരുന്നു, ആ കൊച്ചിന് കോപ്പി അടിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ കരയും. 4:30 ആയപ്പോഴാണ് കൊച്ചിൻ്റെ പേപ്പർ എടുത്തത്. കൊച്ചിന് 15 മിനിറ്റ് കൊച്ച് എന്തോ എഴുതാനാ. അപ്പം കൊച്ച് പറഞ്ഞതാണ് കഴിഞ്ഞ വട്ടം A+ ഉണ്ടായിരുന്നു, എനിക്ക് ഈ വട്ടം കിട്ടത്തില്ല, അതിന് വെച്ചാൽ എൻ്റെ പേപ്പർ മേടിച്ച് വെച്ചിരുന്നു, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ, എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന കൊച്ചിൻ്റെ ഒന്നും ചെയ്തിട്ടില്ല, ഈ കൊച്ചിനാണ് പ്രശ്നം വന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവരൊക്കെ തന്നെ ഈ ക്വസ്റ്റ്യൻ ഇടാനൊക്കെ നിൽക്കുന്നത്, അവർക്ക് ഇത്രത്തോളം തെറ്റ് പറ്റണമെന്നുണ്ടെങ്കിൽ എന്തോ കാര്യത്തിലാണ് ഈ പിള്ളേരെ ഇങ്ങനെ ഇത്രത്തോളം എന്തോന്ന് എടുക്കാൻ നിൽക്കുന്നത്. ഒരു മിനിമം ഒക്കെ കാണിക്കാം. ഇത്രയൊന്നും ചെയ്യരുത്. ഇവിടെ ഓരോരുത്തന്മാർക്ക് കൊന്നോമാർക്ക് എക്സാം എഴുതാം, അവന്മാരെ ഇത് സപ്പോർട്ട് ചെയ്യാൻ പോലീസ് പ്രൊട്ടക്ഷൻ വരാം, ആരൊക്കെ ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ. അന്നാ ആ കൊച്ചിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. ഒന്ന് ആലോചിക്കണം, നാളെ ആ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചു നിങ്ങൾക്ക് ഉത്തരവാദിത്തം ആർക്ക് ചെയ്തത്? നിങ്ങൾക്ക് ആരും ചെയ്തില്ല. കഷ്ടപ്പെട്ട് ഉറക്കം ഒളിച്ചിട്ട് പഠിക്കുന്ന പിള്ളേരൊക്കെ മാർക്ക് ഇങ്ങനെ കൊണ്ടു എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ കിട്ടും. അപ്പം അതുകൊണ്ട് എനിക്ക് കൈൻഡ്ലി റിക്വസ്റ്റ് ആണ്, ബിസിനസ്സിനും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും മോഡറേഷൻ മാർക്ക് കൊടുക്കണം. ഇത്ര മാർക്ക് ഇട്ട് മോഡറേഷൻ മാർക്ക് കൊടുത്തിട്ട് അക്കൗണ്ടൻസിയുടെ വാലുവേഷൻ ലിബറൽ ആക്കണം, അല്ലെങ്കിൽ അക്കൗണ്ടൻസിക്ക് മോഡറേഷൻ മാർക്ക് കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പരിഷ്കരണം നല്ലതാണ്. ആ പരിഷ്കാരം +1 ചെയ്തെങ്കിൽ ഇപ്പൊ +2 ഞങ്ങൾക്ക് ഇത് കിടിലമായിട്ട് എക്സാം എഴുതാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ ചെയ്തേക്കുന്നത് എന്താണ്, +2 വന്നിട്ട് പാറ്റേൺ മാറ്റി കഴിഞ്ഞാൽ അതോ നിങ്ങൾ ഓണത്തിന് എക്സാം ആണോ നടത്തിയത്, ക്രിസ്മസിന് ഇങ്ങനെയാണോ നടത്തിയത്, മോഡൽ ഇങ്ങനെയാണോ നടത്തിയത്? അല്ലല്ലോ, ഫൈനൽ കൊണ്ടിട്ട് ഇങ്ങനെ നടത്തിയത് ഞങ്ങൾ എങ്ങനെ എഴുതുമെന്നാണ് പറയുന്നത്. ആരെങ്കിലും ഒക്കെ വേണ്ടി സംസാരിക്കാൻ. ഇവിടെ എല്ലാവരുടെ കാര്യം സംസാരിക്കാൻ ആളുണ്ട്. പക്ഷേ കൊമേഴ്സിന് കൊമേഴ്സ് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം +1 +2 ഉള്ളതല്ലേ? അവരെന്തുവാ വേറെ വല്ലയിടത്തുനിന്ന് വന്നതാണോ? അവർക്ക് പാടില്ലേ? സയൻസിന് മാത്രമേ ഉള്ളൂ പാട്. ഓരോരുത്തരും ഓരോ സബ്ജക്ട് പഠിക്കണം, അവർക്ക് അതിന്റെ പാടുണ്ട്. ഇപ്പൊ കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥി സംബന്ധിച്ച് അവർക്ക് കൊമേഴ്സ് അവർക്ക് അറിയാം, അവരത് പഠിക്കുന്നത് അവർക്ക് അറിയാം ഏതൊക്കെ സബ്ജക്ട് എന്തൊക്കെ രീതി പാടാണെന്ന്. ഇത്രത്തോളം എന്തോന്ന് എടുത്തിട്ട് നിങ്ങൾ ഇപ്പോഴത്തെ +1 പിള്ളേരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോവാ, അപ്പൊ നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കാലോ. പക്ഷെ ഇതിപ്പോ ഞങ്ങളെല്ലാം പരീക്ഷിച്ചിട്ട് വിജയിക്കോ ഇല്ലയോ എന്ന് അറിയണോ? എന്തുണ്ടെങ്കിലും ഞങ്ങളാണ് പരീക്ഷിക്കുന്നത്. എന്തോ കാര്യമുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്. അതുകൊണ്ട് പ്ലീസ് കൈൻഡ്ലി റിക്വസ്റ്റ് ആണ്, ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ടഫ് ആയിരുന്നു അക്കൗണ്ടൻസി, ബിസിനസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മോഡറേഷൻ മാർക്ക് തരണം. നിങ്ങൾക്ക് തെറ്റും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അക്സെപ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾ ഇത്രത്തോളം ഞങ്ങൾക്ക് പാടാക്കി തന്നിട്ട് അതിലെങ്കിലും ഞങ്ങൾക്ക് ദയവ് ചെയ്ത ഒരു കാര്യം ദയവ് കാണിക്കണം. ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷിക്കുന്ന ഞങ്ങളുടെ +2 +1 +2 മാർക്ക് ലിസ്റ്റ് ഈ ഫുൾ മാർക്കൊക്കെ അതിനകത്ത് കാണുമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട്. അവരൊക്കെ അവസ്ഥ ആ റിസൾട്ട് വരുമ്പോൾ അവസ്ഥ നിങ്ങളൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ സ്കൂളിൽ ഒരു കൊമേഴ്സ് പഠിക്കുന്ന ഒരു 5 മാർക്കേ പോയിട്ടുള്ളൂ. അപ്പൊ അതുപോലെ ആഗ്രഹിക്കുന്നവരുണ്ട്, അതുപോലെ വരണം. അവർക്കൊന്നും അതിന്റെ അടുത്ത് പോലും എത്താൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ ഭയങ്കര ഒരു എന്തോന്നുള്ള കാര്യമാണ്. സത്യം ഈ വട്ടം കൊമേഴ്സിന്റെ എല്ലാ പേപ്പറിനും ഫുൾ A+ മേടിക്കുന്നവരെ ഫുൾ മാർക്കായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. കാരണം അവർ പഠിച്ചത് ഫുൾ മാർക്കിനാണ്. ഇപ്പൊ ആവറേജ് മാർക്ക് മേടിക്കുന്നവർ അവർ A+-നാണ് പഠിച്ചത്, പാസ് മാർക്ക് മേടിക്കുന്നവർ അവർ ആവറേജ് മാർക്കിനാണ് പഠിച്ചത്. ഒന്ന് ആലോചിച്ച് ഡബിൾ പാസിനാണ് പഠിച്ചത്. അപ്പൊ അത്രത്തോളം ഞങ്ങൾക്ക് നല്ല ടഫ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കറിയില്ല ഇത് കാണുമോ, എത്ര പേര് കാണും, ഇത് എങ്ങനെ എടുക്കും അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ സംസാരിച്ച ഒരാൾക്ക് വേണ്ടിയില്ല. ഇപ്പൊ ചിലപ്പോൾ നാളെ എനിക്ക് A+ കിട്ടുമ്പോൾ അത് ഞാൻ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ ഇടുമ്പോൾ നാളെ എന്നെ എനിക്ക് പൊങ്കാല ഇടാൻ വരും എല്ലാവരും കൂടെ. അപ്പം എനിക്ക് ഇത്ര പറയാനുള്ളത്. ഞാൻ സംസാരിച്ചത് ഇവിടെ ആരും കൊമേഴ്സിനായിട്ട് സംസാരിക്കാനില്ലെന്ന് ഓരോ കമന്റ് ബോക്സ് നോക്കുമ്പോഴും അറിയാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ സംസാരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്, എല്ലാവർക്കും പൊതുവെയുള്ള അഭിപ്രായമാണ്. അതുപോലെ എനിക്ക് ഇപ്പോൾ A+ കിട്ടിയെങ്കിൽ ഞാൻ പഠിച്ചത് A+-നല്ല, അത് കൂടെ മനസ്സിലാക്കുക എല്ലാവരും. അപ്പൊ കമന്റ് ഇടാൻ നിൽക്കുന്ന ഒരു ബേസിക് +2 കൊമേഴ്സ് സ്റ്റുഡന്റ് ആയിരിക്കണം. എനിക്ക് നിങ്ങളോട് പേഴ്സണലി ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എനിക്ക് ആകെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ലിബറൽ വാല്യൂഷൻ ആക്കാൻ നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്നിന്റെ പുറത്ത് ചുമ്മാ വന്ന് ഇങ്ങനെയൊക്കെ കമന്റ് ഇടുമ്പോൾ അത് ഞങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പം മിനിമം എന്താ പറയാ, എന്തെങ്കിലും ഒരു ഇത് കാണിക്കാം. അപ്പൊ എനിക്ക് എല്ലാവരോടും പറയണമെന്ന് വെച്ചാൽ മാക്സിമം എല്ലാവരും പ്രതികരിച്ചതിനകത്ത് എന്തെങ്കിലും ഒരു ഇതാക്കി എടുക്കുക. നമ്മൾ വിചാരിച്ചാൽ ഇത് എന്തെങ്കിലും ആവും, അല്ലാതെ വേറെ ആരും ഇതിനുവേണ്ടി മെനക്കെടാനോ ശ്രമിക്കാനോ നിൽക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ കൊമേഴ്സ് എക്സാമിന്റെ റിവ്യൂ എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും. മാക്സിമം വാല്യൂഷൻ ലിബറൽ ആക്കാനോ അല്ലെങ്കിൽ മോഡറേഷൻ മാർക്ക് കിട്ടാനോ ഞാൻ മാക്സിമം മോഡറേഷൻ മാർക്കാണ് നല്ലത്. ഞാൻ കിട്ടാനോ ഞാൻ ശ്രമിക്കും. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടായാലും ചെയ്യും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് എൻ്റെ എക്സാം റിവ്യൂവും വീഡിയോയും ഓൾ ഓവർ ആയിട്ട് ഇതൊക്കെ തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളോട് കമന്റിൽ അറിയിക്കുക. എന്നിട്ട് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഒരു എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഒരുപാട് പേരുടെ പ്രതീക്ഷയാണ് +2 മാർക്ക് എന്ന് പറയുന്നത്. അപ്പം അതെടുത്ത് നോക്കുമ്പോൾ ചിലർക്ക് ഇത് ഭയങ്കര ഒരു പ്ലഷറാണ് ഫീൽ ചെയ്യുന്നത്. ഒരുപാട് പേരുടെ പ്രതീക്ഷയാണ് അത്. ആ വാല്യുവേഷനിലും കൂടെ എങ്കിലും ആ പ്രതീക്ഷ തിരിച്ച് കിട്ടണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴത്തെ കുട്ടികളുടെ അവസ്ഥ എനിക്കറിയത്തില്ല. ഒരുപാട് പ്രതീക്ഷിച്ച കുട്ടികളുടെയൊക്കെ അവസ്ഥ ഇനി എന്താവും, റിസൾട്ട് വരുന്നതിന് മുന്നേ ഇനി എന്തൊക്കെ നടക്കും, അത് കഴിഞ്ഞിട്ടുണ്ടാവും, ഇതൊന്നും നമുക്കറിയില്ല. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്തിട്ട് ഈ വാല്യൂഷൻ ലിബറൽ ആക്കാന്നുള്ള അല്ലെങ്കിൽ മോഡറേഷൻ മാർക്ക് തരാന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയെടുക്കുക. മാക്സിമം മോഡറേഷൻ മാർക്ക് തരാന്നുള്ളത് എന്തോന്ന് ഉണ്ടാക്കിയെടുക്കുക. എല്ലാവരും പ്രതികരിക്കുക. അതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇനി ഏതെങ്കിലും വിഷയം എടുത്തു പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊരു വീഡിയോ ചെയ്യണോ, അല്ല എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് അതനുസരിച്ച് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ, മറക്കല്ലേ. അപ്പോൾ ബൈ ബൈ.